ഇന്ത്യയുടേത് മഹത്തായ സംസ്കാരമാണെന്നും ചിലയിടങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ വീഴ്ചയായി കാണാനാകില്ലെന്നും മാർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും ബാവ ആവശ്യപ്പെട്ടു. സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിയമവഴികൾ മാത്രമല്ല മുന്നിലുള്ളതെന്നും മറ്റു മാർഗങ്ങൾ തുറക്കപ്പെടണമെന്നും യാക്കോബായ സഭ നിയുക്ത ശ്രേഷ്ഠ ബാവ ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസും പറഞ്ഞു. പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ. ഇന്ത്യയുടേത് മഹത്തായ സംസ്കാരമാണെന്നും ഇത് തുടർന്നു കൊണ്ടുപോകണമെന്നും ബാവ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്നാൽ അത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ വീഴ്ചയല്ലെന്നും പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. Catholicos in February of this year, few months ago, back then the chief minister made a promise in front of the late Catholicos, and he himself, the chief minister, repeated that promise during the funeral. പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ അവസാനിക്കണമെന്നും സഭയിലെ തർക്കങ്ങൾ ഇല്ലാതാകണമെന്നും അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ച യാക്കോബായ സഭ നിയുക്ത ശ്രേഷ്ഠ ബാവ ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. നിയമവഴികൾ മാത്രമല്ല മുന്നിലുള്ളതെന്നും മറ്റു മാർഗങ്ങൾ തുറക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനം ഉണ്ടാകണമെന്ന ഓർത്തഡോക്സ് സഭ ആഹ്വാനം ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ യാക്കോബായ സഭ അതിനോട് സഹകരിക്കുമെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. സഭയിൽ സമാധാനമുണ്ടാകണം. കോടതികളിലൂടെയുള്ള തീർപ്പുകൾ അന്തിമമാകുന്നില്ലെങ്കിൽ സഹോദരങ്ങളായി ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. പരിശുദ്ധ സഭയുടെ അസ്തിത്വം നിലനിർത്തണം. അതിനൊരു കുറവും സംഭവിക്കുവാൻ പാടില്ല. കാരണം അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല, അത് പരമ്പരാഗതമായി നമുക്ക് കൈമാറി തന്നിട്ടുള്ളതാണ്. തലമുറ കൈമാറി തന്നിട്ടുള്ളതാണ്. അത് കെടാതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ പരിശുദ്ധ സഭയിലെ എല്ലാവർക്കുമുണ്ട്. പുത്തൻകുരിശ് പാത്രിയാർക്കി സെന്ററിൽ നടന്ന പ്രാർത്ഥനയിലും അനുസ്മരണ സമ്മേളനത്തിലും ജനപ്രതിനിധികളും വിശ്വാസികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ജനം, കൊച്ചി.